വി ഡി സതീശൻ കണ്ടെയ്നറിൽ നോട്ടുകെട്ടുകൾ കൊണ്ടുവരുന്നു എന്നാരോപിച്ച നിയമസഭയിൽ പറഞ്ഞ ആളാണ് പി വി അൻവർ. ആ ആരോപണം അന്വേഷണത്തിലടക്കം കുഴപ്പമുണ്ട് എന്നുള്ളതാണ് അൻവറിന്റെ പക്ഷം അല്ലെങ്കിൽ ആക്ഷേപം. ഇപ്പോൾ വളരെ ഗുരുതര സ്വഭാവത്തിലുള്ള ദാവൂദ് ഇബ്രാഹിമിനെ പോലെ എന്നൊക്കെയുള്ള ആരോപണം വരുമ്പോൾ അത് ഉണ്ടയില്ല വെടിയാകുമോ, അല്ലെങ്കിൽ അങ്ങനെ ആകാൻ സാധ്യതയുണ്ടോ? മുൻ അനുഭവങ്ങളിൽ നിന്ന് അൻവർ ഉണ്ടയില്ല വെടി വെച്ചതും ആയിക്കൂടെ? ഈ അൻവർ പറഞ്ഞിരിക്കുന്നത് നോട്ട് ബിക്കോസ് ഓഫ് അൻവർ, പക്ഷെ ആ പറഞ്ഞിരിക്കുന്ന കണ്ടൻസും നമ്മുടെ നാട്ടിൽ നടന്ന ചില സംഭവങ്ങൾ കൂട്ടി യോജിച്ച് വായിക്കുമ്പോൾ എല്ലാം സത്യമാണെന്ന് ബോധ്യപ്പെടും. ശരിക്കും ഈ ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രത്തിൽ പോലീസിന്റെ തലപ്പത്ത് ഇങ്ങനെ ഒരു വ്യക്തി നമ്മുടെ നാട്ടിലെ ടെററിസ്റ്റ് ആക്ടിനെ എല്ലാം പരിപോഷിക്കുന്ന രീതിയിൽ 2 കോടി രൂപ കൈക്കൂലി വാങ്ങിയിരിക്കുന്നു. തൃശൂർ പൂരം കലക്കാൻ ഈ ഉദ്യോഗസ്ഥനാണ് അതിന്റെ സൂത്രധാരകൻ. ഒരു BJPക്ക് ഇവിടുന്ന് ജയിച്ചു പോകാൻ അതൊരു എലക്ഷൻ കറപ്റ്റ് പ്രാക്ടീസ് ആണ് ഒന്ന്. പിന്നെ ഒരു മതവിഭാഗത്തിന്റെ ഒരു വലിയ ചടങ്ങിനെ അടിച്ച് പൊളിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ഇദ്ദേഹമാണ് അതിന്റെ ചരട് വലിച്ചത് എന്ന് പറയുമ്പോൾ അക്കോർഡിംഗ് ടു മീ ദിസ് ഈസ് എ സ്റ്റേറ്റ് സ്പോൺസേർഡ് ടെററിസത്തിനാണ് ഈ ADGP ചുക്കാൻ പിടിച്ചിരിക്കുന്നത്. ഇത് വളരെ വെരി സീരിയസ് ആയ ഒരു പ്രശ്നമാണ്. അത് സർക്കാരിനത് ആര് പറഞ്ഞു എന്നുള്ളതെല്ലാം ഞാൻ ചോദിക്കട്ടെ. ഈ കള്ളക്കടത്തിൽ നിന്നെല്ലാം പണം പറ്റുന്ന ഒരു വിദ്വാനാണ് ഇവിടുത്തെ ലോ ആൻഡ് ഓർഡറിന്റെ ചുമതല എന്ന് പറഞ്ഞാൽ UAPA ചുമത്തേണ്ട കേസാണ്. ആ കേസിലെല്ലാം പങ്കുവഹിച്ചിരിക്കുന്നത് ഒരു ADGP ലോ ആൻഡ് ഓർഡർ ആണെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് സ്പോൺസേർഡ് ടെററിസമാണ് ഈ ഭീകരപ്രവർത്തനം. നമുക്കറിയാലോ, സ്വപ്ന സുരേഷ് ഒരു വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ ആ സ്വപ്ന സുരേഷിനുമായി മധ്യസ്ഥം വഹിക്കാൻ ഒരു മധ്യവർത്തിയായി പ്രവർത്തിച്ചത് ഈ ഉദ്യോഗസ്ഥനാണെന്ന് അന്ന് തന്നെ പുറത്തു വന്ന വിവരമാണ്. ആ സംഭവവും PV അൻവറിന്റെ വെളിപ്പെടുത്തൽ കൂട്ടി വായിക്കുമ്പോൾ അത് സത്യമാണെന്ന് എല്ലാ രീതിയിലും തെളിയിക്കപ്പെടുന്നു. അല്ല, ഒരു ADGPക്ക് മാത്രമായി ഇതൊക്കെ ചെയ്യാൻ കഴിയുമോ? ADGPക്ക് ഒരു പൊളിറ്റിക്കൽ ബാക്കിംഗും ഇല്ലാതെ ഇത് ചെയ്യാൻ കഴിയുമോ? മന്ത്രിമാരുടെ ഫോണുകൾ ചോർത്തുന്നു, അത്രേ ആരോപണമാണ്. മന്ത്രിമാരുടെ ഫോണുകൾ ചോർത്തുന്നു, മാധ്യമ പ്രവർത്തകരുടെ ഫോണുകൾ ചോർത്തുന്നു, രാഷ്ട്രീയ പ്രവർത്തകരുടെ ഫോണുകൾ ചോർത്തുന്നു. ഇതൊക്കെ ഒരു സെല്ലുണ്ടാക്കി അതിനൊരു SP-യുടെ ചുമതല കൊടുത്ത് ഇങ്ങനെ ഒരു സർവൈലൻസ് സ്റ്റേറ്റ് ആക്കി കേരളത്തെ മാറ്റിയിരിക്കുകയാണ് എന്ന് PV അൻവർ ആരോപിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ആഫീസിനെ ചുറ്റിപ്പറ്റി ഒരു വലിയ ടെററിസ്റ്റ് ഗാങ്ങിനെയാണ് ഈ ADGP വളർത്തിയിരിക്കുന്നത്. അപ്പൊ എല്ലാ അധികാരവും തങ്ങളിലേക്ക് കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ എതിരാളി എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് ഇത് ഇഷ്ടമില്ലാത്ത സ്വന്തം പാർട്ടിയിലെ ആളുകളെ വരെ പൊളിറ്റിക്കലി എനിഹിലേറ്റ് ചെയ്യാൻ, ഇല്ലായ്മ ചെയ്യാൻ അവരെ എല്ലാ രീതിയിലും ഇവർ ദ്രോഹിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പൊ ഇവരെയാണ് പോലീസിന്റെ തലപ്പത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ പോലീസിന്റെ സ്ഥിതി എവിടെ എത്തുമെന്ന് നമ്മൾ ഊഹിക്കാവുന്നതാണ്. മുഖ്യമന്ത്രിക്ക് കുറെ ദിവസം മൗനിയായി നിൽക്കാൻ പറ്റുമോ? ഹി മസ്റ്റ് ബി ഡിസ്മിസ്ഡ് ഫ്രം സർവീസ്. അയാളെ സർവീസ് നീക്കം ചെയ്യേണ്ടതാണ്. ഒരു കുറ്റകൃത്യത്തിന് ഒരു ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള ഇത്തരം സീരിയസ് ആയ കുറ്റകൃത്യം, ഈ ക്രിമിനൽ ആക്ട് ഓഫ് സീരിയസ് നേച്ചർ, ടെററിസ്റ്റ് നേച്ചർ, കറപ്ഷൻ, ഇതെല്ലാം ഞാൻ ചോദിക്കട്ടെ. തൃശൂർ പൂരം കലക്കിയത് BJP ആയിട്ടുള്ള ഒരു നെക്സസിന്റെ ഭാഗമാണ്. അവിടെ ഒരു എന്താണ് അൻവർ പറഞ്ഞത് നമ്മൾ കണ്ടതല്ലേ? അൻവർ പറഞ്ഞൊരു ഇല്ലാത്ത സംഭവമല്ലല്ലോ. തൃശൂർ പൂരം കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്ത് കേരളത്തിലെ എല്ലാ മതവിഭാഗത്തിലെയും പ്രതീക്ഷയോടുകൂടി നടക്കുന്ന ഒരു ചടങ്ങാണ് തൃശൂർ പൂരം. ദാറ്റ് ഈസ് നോട്ട് എ റിലീജിയസ് ഫംഗ്ഷൻ. അതിനെയാണ് അടിച്ച് പൊളിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ഒരു പോലീസുകാരന്റെ ഒരു പോലീസ് തലപ്പത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഉപയോഗിച്ചു. ആരുപയോഗിച്ചു? പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്. അല്ല, ഇത് അതിന്റെ താല്പര്യം എന്തായിരിക്കും ശ്രീ ആസഫ് അലി? ഇവിടെ പല ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഡാൻസ് ഓഫ് സംഘം അവർ കള്ളക്കടത്തിന് ഉപയോഗിക്കപ്പെടുന്നുവെന്ന്. ഒരു ചെറുപ്പക്കാരനെ താനൂരിൽ ഇടിമുറിയിലിട്ട് ലോക്കപ്പിലിട്ട് കൊന്നുകളഞ്ഞു. ഇപ്പോ പോലീസ് SP തന്നെ, പോലീസ് സൂപ്രണ്ട് തന്നെ സംസാരിച്ച ഓഡിയോ അൻവർ കേൾപ്പിക്കുകയാണ്. പറ്റിപ്പോയതാണത്രേ, 2 പാക്കറ്റ് MDMA വിഴുങ്ങിയത്രേ, അങ്ങനെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചല്ല, തല്ലി പറയിപ്പിക്കാൻ നോക്കിയപ്പോൾ മരിച്ചുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ക്രിമിനൽ ആക്ടിവിറ്റികൾ പോലീസുകാർ തന്നെ പറയുന്നതിന്റെ ഓഡിയോ അൻവർ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് സ്റ്റേറ്റ് സ്പോൺസേർഡ് ടെററിസ്റ്റ് ആക്ട് ആണിത്. ഞാനിത് വെറുതെ പറഞ്ഞതല്ല. പോലീസിനെ ഉപയോഗിച്ച് രാജ്യത്ത് നടക്കുന്ന ഇത്രയും സീരിയസ് ആയ ക്രിമിനൽ ആക്ടിവിറ്റി സ്റ്റേറ്റ് നടത്തുന്നതാണ്. സ്വന്തം താല്പര്യങ്ങൾ, രാഷ്ട്രീയ താല്പര്യങ്ങൾ, വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ചുറ്റിപ്പറ്റി നടത്തുന്ന ഒരു ടെററിസ്റ്റ് ആക്ട് ആണ്. കള്ളക്കടത്ത് UAPA അനുസരിച്ച് കള്ളക്കടത്ത് ടെററിസ്റ്റ് ആക്ട് ആണ്. തൃശൂർ പൂരം അടിച്ചു തകർത്തത് അത് ടെററിസ്റ്റ് ആക്ട് ആണ്. അതൊരു ചെറിയ സംഭവമല്ല. അത് സാധാരണക്കാരന് ഒരു പെട്ടെന്നൊരു ഇമോഷന്റെ പേരിൽ അടിപിടിയോ ലോ ആൻഡ് ഓർഡർ പ്രശ്നമല്ല. ഇത്
സർക്കാർ പോലീസ് മെഷീനറി ഉപയോഗിച്ച് ഭരണതന്ത്രം ഉപയോഗിച്ച് തങ്ങളും BJP തമ്മിലുണ്ടാക്കിയിരിക്കുന്ന ഒരു അവിഹിതമായ ബന്ധത്തിന്റെ നേട്ടങ്ങൾ, രാഷ്ട്രീയ നേട്ടങ്ങൾ എതിരാളിക്ക് ലഭിക്കാൻ വേണ്ടി പോലീസിനെ ഉപയോഗിച്ച് നടത്തിയിരിക്കുന്ന ഒരു ടെററിസ്റ്റ് ആക്ട് ആണത്. That cannot be trivialized. അതിനെ നിസ്സാരവൽക്കരിക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രിക്കും CPM അത് എന്തെങ്കിലും അത് മറുപടി പറയുകയും നടപടി എടുക്കുകയും ചെയ്തില്ലെങ്കിൽ ഇറ്റ്സ് എ വെരി സീരിയസ് തിങ്. അല്ല, ഇത് സർക്കാരിൽ നിന്ന് തികച്ചും വ്യതിരിക്തമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണോ? നോക്കൂ, ഇപ്പോൾ അൻവർ തന്നെ ഉന്നയിച്ച ഒരു ആരോപണം, സർക്കാരിനെതിരെയും പിണറായി വിജയനെതിരെയും കടന്നാക്രമണം നടത്തുന്ന ചില മാധ്യമ പ്രവർത്തകരോട് ഈ ADGPക്കും അദ്ദേഹത്തിന്റെ സിൻഡിക്കേറ്റിനും അടുത്ത ബന്ധമുണ്ട്, അല്ലെങ്കിൽ അവർ തമ്മിൽ ഇടപാടുകളുണ്ടെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. അപ്പോൾ സർക്കാരിനെ ആക്രമിക്കുന്നവർ എങ്ങനെയാണ് സർക്കാരിന്റെ വലങ്കൈയായിട്ടുള്ള ADGPയുമായി ബന്ധം വെക്കുക എന്ന് എനിക്കറിയില്ല. അപ്പോൾ അൻവർ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ അല്ലയോ എന്നറിയില്ല. പക്ഷേ നോക്കൂ, എന്താണ് ഇത് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന അത്ഭുതമാണ് ജനങ്ങൾക്കുണ്ടാവുന്നത്. അൻവറിന്റെ വെളിപ്പെടുത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത് എന്താ? ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ബന്ധപ്പെട്ട ഒരു ക്രൈം സിൻഡിക്കേറ്റ് ഹെഡഡ് ബൈ എൻ ADGP ലോ ആൻഡ് ഓർഡർ, ആ ക്രൈം സിൻഡിക്കേറ്റ് ആണ് ഇത് മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഇമാജിൻ എന്റെ സീരിയസ്നെസ്. ഇത് മുഖ്യമന്ത്രിയുടെ പാട്രണേജ് ഇല്ലാണ്ട് നടക്കൂ? മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അല്ലേ ഇതിന്റെ നേതൃത്വം എന്ന് അൻവർ തന്നെ പറയുന്നത്. അപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്രൈം സിൻഡിക്കേറ്റ് ആണ് നമ്മുടെ രാജ്യത്ത് കള്ളക്കടത്തിന്, MDMA, മയക്കുമരുന്നിന്, ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്നത് രാഷ്ട്രീയ എതിരാളികളെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി. ഇതൊക്കെ എന്താണ് കേരളം എന്നുള്ള, ഇത് ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലും ഇതുപോലുള്ള സംഭവം നടന്നിട്ടുണ്ടാവില്ല. ഈ ക്രൈം സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഇവരെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത്, അതുകൊണ്ടാണ് ഇവരെ എല്ലാ രീതിയിലും പരിരക്ഷിക്കപ്പെടുന്നത്, അതുകൊണ്ടാണ് ഇവർ ഈ അധികാരമാണ്. ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട പോലീസിനെ ജനങ്ങളിൽ ആളുകളെ ഇല്ലായ്മ ചെയ്യുവാൻ, തങ്ങൾക്ക് പണമുണ്ടാക്കാൻ, തങ്ങൾക്ക് കാര്യലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഈ ഫോഴ്സിനെ ഉപയോഗിച്ചു എന്ന് പറയുന്നത് ദാറ്റ് ടു ഫോർ എ ടെററിസ്റ്റ് ആക്ട്. അൻവർ തന്നെ പറഞ്ഞില്ലേ, ദാവൂദ് ഇബ്രാഹിമിനെ അൻവർ പറയണ്ട. ഈ സെറ്റ് ഓഫ് ഫാക്ട്സ് നമ്മൾ നോക്കുമ്പോൾ എന്താണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഒരു ക്രൈം സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്നത്. അതിന് കള്ളക്കടത്തിലാണ്. സ്വപ്ന സുരേഷിനെ മധ്യസ്ഥനാക്കുമ്പോൾ അത് എല്ലാവരും പറഞ്ഞതാണ്, പ്രതിപക്ഷം ആവശ്യപ്പെട്ടതാണ്. സംസ്ഥാനത്ത് ഒരു ക്രൈം സിൻഡിക്കേറ്റ് ഉണ്ട്. അതിന് മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെയുള്ള അതിന്റെ ഓഫീസിന്റെ നിയന്ത്രണത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ചുക്കാൻ പിടിക്കുന്നു എന്നുള്ളത് സ്ഫോടനാത്മകമായ ഒരു ആരോപണമാണ്. അത് ഉന്നയിച്ചിരിക്കുന്നത് CPM MLA തന്നെയാണെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസക്തി. പ്രതിപക്ഷമല്ല, മാധ്യമങ്ങളല്ല, മറ്റാരുമല്ല, CPM MLA തന്നെ ഓഡിയോ ക്ലിപ്പുകളുടെ അടക്കം സഹായത്തോടെ, ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ തുറന്നു പറച്ചിലുകളുടെ സഹായത്തോടു കൂടി സംസ്ഥാനത്ത് ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന അതിഗുരുതരമായ ഒരു വാർത്ത ഇപ്പോൾ പ്രേക്ഷകർ